ഇങ്ങനെ പറയാൻ സുന്നത്താണെന്നാണ് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ പറയാ. ഇസ്തഹബ്ബ അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ആളുകൾ ഇൻഷാ അല്ലാ എന്ന് പറയൽ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാ. അവിടെയാണ് കേട്ടോ. ഈ ഹാരിസ് തന്നെയാണോ ഇൻഷാ അല്ലാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഖീറത്താണെങ്കിൽ ഈ ബദിരക്കാരനാണോ ഇൻഷാ അല്ലാ അതൊന്നും പറയണ്ട. നീ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇൻഷാ അല്ലാ. എന്തിനാ അങ്ങനെ പറയാൻ കാരണം? എത്ര കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ്? എത്ര? 4 കാരണങ്ങളാണ്. ഒന്ന് ഈമാൻ എന്ന് പറയുമ്പോ ശരിയായ മുഅ്മിനാവണം എന്നല്ലേ പറഞ്ഞതിനർത്ഥം. അത് നമുക്കൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈമാനിന്റെ കമാൽ, ഈമാനിന്റെ പരിപൂർണത അത് ഒരു അഹ്ലുസുന്നയുടെ ഒരാൾക്കും, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ പറ്റി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാം. സുന്നത്ത് നബി തങ്ങൾ, ജമാഅ നബിയുടെ സ്വഹാബികൾ, ഹബീബും ഹബീബിന്റെ സ്വഹാബത്തും ജീവിച്ച വഴിയും ലോകത്ത് വിജയിക്കുന്ന ഒരു വിഭാഗമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ജീവിച്ച വഴിയും. അതായി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് കേരളത്തിലെ സുന്നികൾ മാത്രമാണ് എന്നതിന്റെ അർത്ഥം. അഹ്ലുസുന്ന വൽ ജമാഅ, ഹബീബിനെ ഇത്തിബാഅ ചെയ്യുന്ന ലോകത്തുള്ള എല്ലാവർക്കും അതാ പറയാം. ഹബീബിന്റെ സ്വഹാബത്തിനെയും ഇത്തിബാഅ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോ നമുക്ക് ഈമാൻ പരിപൂർണമായോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായി എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹു പരിപൂർണമാക്കി തരുകയാണെങ്കിൽ ഞാൻ മുഅ്മിനായിരിക്കും. പക്ഷെ എനിക്ക് പറയാൻ ധൈര്യമില്ല പൂർണ്ണമായി മുഅ്മിനാണോ. അതാണ് ഒരു കാരണം. 2, ഇപ്പൊ മുഅ്മിനൊക്കെ ഈമാന്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുമോ? ഇബ്ലീസ് വന്ന് പറയുന്ന ഇബ്ലീസിന്റെ ആളുകളോട്, ശൈത്താന്മാരോട്, ശൈത്താന്മാരെ നോക്കിക്കോ, ഇയാൾ ഇപ്പം മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളെ ചൊല്ലി എങ്ങാനും മരിച്ചാൽ ഇയാളെ പഴപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയില്ല. വേഗം നോക്കിക്കോളൂ, എല്ലാരും ഇങ്ങോട്ട് വാ, ഈ മനുഷ്യനെ പഴപ്പിക്കാൻ നോക്ക്. ഇയാൾ മരിച്ചുപോയാൽ ഇനിയൊരു ചാൻസ് കിട്ടൂല, ഇയാൾ തൗഹീദിലല്ലാതെ മരിക്കണം എന്ന് പറഞ്ഞ് ഖാത്തിമത്തിന്റെ നേരത്തെ ഈമാൻ ഊരപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കണ നേരത്തെ ഈമാൻ ഉണ്ടാവുമെന്ന് ആർക്കറിയും? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ചില ത്വരീഖത്തൊക്കെ നമ്മുടെ നാടുകളിൽ ഇപ്പോഴുള്ളത് വളരെ വേദനയിൽ പറയാണ്. സമസ്തയിലെ ജമീഅത്തുൽ ഉലമയൊക്കെ അത് നേർവഴിയിലല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ വഴികളിൽ പോലും നിങ്ങളെ ബൈഅത്തൻ ചെയ്താൽ മരിക്കുമ്പോൾ ഈമാൻ ഉറപ്പാണ് എന്നാണ് പറയാം. പുഞ്ചിരിച്ച് മരിക്കാൻ പറ്റും, അതുകൊണ്ട് ഞങ്ങളുടെ ശൈഖിന്റെ കൂടെ കൂടിക്കോളൂ. ഇത് ശറഇൽ പറയാൻ പാടുണ്ടോ ഇല്ലേ എന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊന്നും ഒരാൾക്കും അവകാശവാദം പറയാൻ കഴിയില്ല. ആ ഷെയ്ഖിന്റെ കാര്യം എന്താവുമെന്ന് പേടിക്കേണ്ട ആളാണ്. പിന്നെ അനുയായികളുടെ വിഷയം, എന്റെ കൈപിടിച്ചാൽ നിങ്ങളുടെ ഈമാൻ ഞാൻ രക്ഷപ്പെടുത്തി തരാം. മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ കരയുന്നൊരു രംഗം വരാൻ പോകുന്നുണ്ട്. സൽമാനുൽ ഫാരിസി എന്ന സ്വഹാബികളിൽ പ്രഗത്ഭനായ സ്വഹാബിയുൽ ജലീൽ, അവർക്കൊക്കെ പേടിയാണ്. ഞാൻ എന്റെ ഈമാനോടുകൂടെ മരിക്കുമെന്ന് ഉറപ്പാണെന്ന് ഒരാൾ പറഞ്ഞാൽ ഫഹുവ മുനാഫിഖുൻ, അവര് മുനാഫിഖാണെന്ന് ഈ ശറഇന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പേടിക്കണം. ഇവിടെ നല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ കൂടെ കൂടി എന്ത് പറയാം, ഇൻഷാ അല്ലാഹ് അമല് ചെയ്യുന്നുണ്ട്, രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. മഹാന്മാരോടൊക്കെ ഹുബ്ബുണ്ട്, ആ ഹുബ്ബിന്റെ മദദ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അങ്ങനെ പറയേണ്ടത്. മഹദി ശൈഖ് തങ്ങളുടെ മക്കാമിലുള്ളവരൊന്നും ഇപ്പല്ലല്ലോ. അങ്ങനെ പറയാ. എന്തൊക്കെ ഡയലോഗ്, ഞങ്ങൾ വരി സ്വർഗത്തേക്ക് ഞാൻ പിടിച്ചോണ്ട് പോയിക്കോളാം. ആരായി പറയണത്? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ ധൈര്യം വരുമോ? ആ പറയുന്ന ആള് സ്വർഗത്തിലാന്ന് എങ്ങനെ? ഫാത്തിമ ബീവിയോട് ഹബീബ് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, അമല് ചെയ്ത ഫാത്തിമ, എന്റെ വാപ്പ നബിയാണെന്ന് പറഞ്ഞ് നാളെ രക്ഷപ്പെടാൻ കഴിയൂലട്ടോ. മുത്ത് നബി ആരോട് പറയാ? ഹബീബിന്റെ കരളിന്റെ കഷ്ണത്തോട്. 21-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന നമ്മൾ, അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും ഞാൻ ഹബീബിന്റെ പരമ്പരയിലാണ്, എന്റെ കാര്യം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. പറയാൻ പാടില്ല. രക്ഷപ്പെടണം, പെടട്ടെ, അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നല്ലാതെ ഞാൻ സ്വർഗത്തേക്ക് ഉറപ്പാണ്, എന്റെ കൂടെ പോരി, ഞാൻ കൊണ്ടുപോകാം, ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല. ഇൽമ്, ദീൻ, ശരീഅത്ത് പഠിക്കണം, എന്നിട്ട് ത്വരീഖത്തൊക്കെ ഉള്ളൂ. ശരീഅത്ത് പഠിക്കാതെ ഹഖീഖത്തും ത്വരീഖത്തും ഇല്ല. ശരീഅത്ത് വേണം, അതാണ് ഇതിന്റെ മദാർ. ഈ ശരീഅത്ത് പഠിക്കാതെ എന്തൊക്കെ ആരൊക്കെയോ വിളിച്ചു പറയുന്നു, അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് ഹാലളകാണ്.
ശരീഅത്ത് എന്താണ്, ഫിഖ്ഹ് എന്താണ്, ഹദീസ് എന്താണ്, ഇതിനൊന്ന് പുല്ല് വില. പിന്നെ നമ്മുടെ ഷെയ്ഖ് പറയണ, മൂപ്പര പറയണ അതാണ് ദീന്. ഇമാം ബൈഹഖി തങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ ഇമാം റാസി തങ്ങൾ അതൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ വിചിത്രമായ കാഴ്ചപ്പാടുകൾ കാണുമ്പോ വേദന തോന്നാറുണ്ട്. റബ്ബേ, ഈ ഖൗമൊക്കെ ശരീഅത്തിൽ നിന്നാണല്ലോ റബ്ബേ അകന്നു പോകുന്നത് എന്ന്. എത്രയോ ദീനിന്റെ ആലിമീങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും പഠിക്കാതെ അങ്ങോട്ട് പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. എന്നിട്ട് ഓരോ കഥ പറയാം. മറ്റാൾ മരിച്ചപ്പോൾ ചിരിച്ചോലു, മറ്റാൾ മരിച്ചപ്പോൾ പിന്നെ അടുത്ത ആൾ സ്വപ്നം കണ്ടോലു, അയാൾ ഈമാനോടുകൂടെ മരിച്ചത്, എന്തേ നമ്മളെ ദുരികത്തിൽപ്പെട്ട ആളായിരുന്നു, നമ്മളെ സംഘടനയിൽപ്പെട്ട ആളായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെയൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നർജു വലാ നുസക്കി അലല്ലാഹി അഹദാ. ഇന്ന ആളുകൾ ആരൊക്കെയോ സ്വർഗത്തിലാണെന്നോ മരിക്കുമ്പോൾ അവരുടെ ഖാത്തിമത്ത് നന്നായെന്നോ ജസ്മ ചെയ്യാൻ പറ്റൂല, ഉറപ്പിച്ചു പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹു അറിയുന്ന വിഷയമാണ്. പക്ഷേ നമുക്ക് പറയാം, പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കലിമ ചൊല്ലി മരിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരിക്കും, ആള് സ്വർഗത്തിലാണ് 100%, പിന്നെ 200%. ഇതൊന്നും പറയാൻ പാടില്ല. നമുക്കങ്ങനെ സ്വഹാബികളെ കുറിച്ച് നബിതങ്ങൾ ആരെ പറ്റിയോ തങ്ങൾ ജസ്മ ചെയ്തു പറഞ്ഞോ, ആ ആളുകളെ കുറിച്ച് മാത്രമേ നമുക്ക് ജസ്മ ചെയ്യാൻ പാടുള്ളൂ. ഉറപ്പിച്ചു പറയാന്ന് പറഞ്ഞില്ലേ, അത് തങ്ങൾ ഉറപ്പ് തന്നവരെ കുറിച്ചേ പറയാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ ശരീഅത്തിന്റെ കാഴ്ചപ്പാട്. നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ ആവുമെന്ന് ആഗ്രഹിക്കാം, ദുആയിരക്കാം. ആണയിട്ട് പറയാം അങ്ങനെയാണ് 100% പറയാൻ പാടില്ല. സ്വഹാബികളൊക്കെ പേടിച്ച വിഷയമാണ്. ഇനി വഴിയെ ഞാൻ ചില ഹദീസുകൾ കേൾപ്പിക്കുന്നുണ്ട്, നമ്മളൊക്കെ പേടിച്ചു പോകും. ഈ വിഷയം അത്രയും ഡേഞ്ചറാണ്. അതുകൊണ്ട് മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ, അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്, മരണസമയത്ത് അല്ലാഹു എനിക്ക് ഈമാൻ നൽകുകയാണെങ്കിൽ ഞാൻ മുഅ്മിനാണ് എന്നല്ലേ പറയാൻ പറ്റൂ. മരിക്കുമ്പോ നിരീശ്വരവാദിയായിട്ട് മരിച്ചു, കലിമ ചൊല്ലേണ്ട നേരത്ത് കുഫറിന്റെ വാചകങ്ങൾ ഉച്ചരിച്ച് മരിച്ചു, ഡേഞ്ചറാണ്. അത് സംഭവിക്കുമോ എന്ന് പേടിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന ഇസ്തിസ്നാ പറയണം, സുന്നത്താണ്. മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ കാരണം, നമ്മളാരും നല്ലവരാണ് എന്ന് നമ്മളെ പറ്റി പുകഴ്ത്താൻ പാടില്ല. മുഅ്മിനാണ് എന്ന് പറയുന്നത് സ്വർഗം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞവരാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞവരാ മുഅ്മിനീങ്ങൾ. ഞാൻ മുഅ്മിനാണ് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോ നല്ലവരാണെന്ന് പറയാൻ നിങ്ങളെ പുകഴ്ത്തുകയാണത്. അതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയാ. ഇത് ശറഇൽ ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ആലിമീങ്ങൾ ആൾക്കാർ കൈപിടിച്ചു മുത്തും, സയ്യിദന്മാരെ കൈപിടിച്ചു മുത്തും. സയ്യിദന്മാരും ആലിമീങ്ങളും ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ച് മുത്തിന്ന് വിചാരിക്കുക. അത് മുത്താൻ ഇഷ്ടപ്പെടരുത്, കൈ വലിക്കണം. പക്ഷേ ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല. ഒരിക്കലും ഈ മുത്തുന്ന ആളെക്കാളും ഞാൻ ഉഷാറാണെന്ന് തോന്നാൻ പാടില്ല. കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുക, മുത്തിക്കോളി എന്ന് പറഞ്ഞിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അത്രയും മുത്താൻ പറ്റിയ ആളാണ് എന്നല്ലേ. അതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയാം. അത് ശറഇൽ പാടില്ലാത്ത വിഷയമാണ്. അത് ശറഇൽ പാടില്ലെന്നാണ്. ഓരോരുത്തരും അവനവന്റെ ഈമാനെ കുറിച്ച് പേടിക്കണം. ഞാൻ അല്ലാഹു തആല സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അല്ലാഹുവേ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ടവരാണ്. മുത്തിക്കോളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊടുക്കുക. അങ്ങനെ മുത്തിക്കോളി എന്ന് പറയാ. അങ്ങനെ ചെയിൻ മുത്തല്. നമ്മൾ ഇതൊക്കെയാണ് ദീൻ കാട്ടിക്കൂട്ടാണോ? നമ്മൾ അള്ളാഹിന്റെ ദീനിനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ? ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും. ഇനി വരുന്ന തലമുറ ഇതാ കണ്ടുപിടിക്കുക, നമ്മുടെ ഉസ്താദ്, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ മുമ്പ് ചെയ്തിരുന്നത്. അത് ദീനല്ലേ? അത് ദീനല്ല. അത് ദീനല്ല. തസ്കിയത്തുൻ നഫ്സ് പാടില്ല. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യയെങ്കിലും ഒന്ന് ഓതുക. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യ ഒരു ആവർത്തി ഒന്ന് ഓതി നോക്കുക. ഖൽബൊക്കെ നന്നാവാൻ നല്ലതാ. ഇത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറയല്ല. പക്ഷെ പറയുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ. ഞാൻ വിഷയം പറയാണെന്ന് മാത്രം. ഇത് പാടില്ലാത്ത വിഷയമാണ്. ഞാനൊരു ഉഷാർ ആളാണ് എന്ന് ഒരു ആലിമും ഒരു നേതാവും ഒരു സയ്യിദും അവനെ പറ്റി വിചാരിക്കാൻ പാടില്ല. അവരവരെ പറ്റി വിചാരിക്കാൻ പാടില്ല. അത് അവരുടെ സ്ഥാനം കുറക്കാനല്ല, അവരുടെ സ്ഥാനം അള്ളാഹിന്റെ അടുത്ത് ഉയരാൻ വേണ്ടിയായി പറയണത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അല്ലാഹു തആല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ട്? ഖശിയത തസ്കിയത്തിൻ നഫ്സ്,
ഞാനൊരു നല്ല ആളാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് വിചാരിച്ചു പോവാതിരിക്കാൻ. നിങ്ങൾ മുഅ്മിനാണോ? ഇൻഷാ അല്ലാഹ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല, അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാവൂ. നിങ്ങൾ തന്നെയാണോ വലിയ മഹാൻ? ഞാൻ തന്നെ വലിയ മഹാൻ എന്ന് പറയല്ലേ, മുഹാനാവും. മഹാനും മുഹാനും വ്യത്യാസമുണ്ട്. മഹാൻ അറബിയിൽ, മഹാൻ മലയാളത്തില്, മുഹാൻ എന്ന അറബിയിൽ പറഞ്ഞാൽ നിസ്സാരമായവെന്ന. അറബിയിൽ മുഹാൻ എന്ന് പറഞ്ഞാലേ നിസ്സാരമായവെന്ന. മഹാൻ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മഹാൻ തന്നെ. പക്ഷെ ചില മഹാന്മാർ അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മുഹാന്മാരാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മഹാനായ അബുൽ ബുഹ്തുരി റളിയല്ലാഹു തആല അൻഹു ഒരനുഭവം പറയുന്നുണ്ട്, സ്വഹാബികളുടെ ഒരു അനുഭവം. അവര് മുഴുവനും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് ചൊല്ലുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഹദീസ്. ഈ സംഭവം മഹാനായ ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സംഭവം ഹില്യത്തുൽ ഔലിയായിൽ കാണാൻ കഴിയും. മഹാനായ അബുൽ ബുഖ്തുരി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ബഅദ സ്വഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ചില ആളുകൾ ജാഉ ഇലാ സൽമാൻ അൽ ഫാരിസി, മഹാനായ പേർഷ്യക്കാരനായിരുന്ന സ്വഹാബി സൽമാൻ തങ്ങളുടെ അരികത്തേക്ക് വന്നു. ആ വന്ന കൂട്ടത്തിൽ പ്രഗൽഭരായ സ്വഹാബിമാർ, അവരിലുണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട യൂസുഫ് നബിയുടെ പോലെ സൗന്ദര്യമുണ്ടായിരുന്ന, അള്ളാഹിന്റെ റസൂൽ പോലും ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബി ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. യൂസുഫ് ആദിഹിൽ ഉമ്മ എന്ന് നിബിധങ്ങൾ പറയാറുണ്ട്. ഈ ഉമ്മത്ത് കണ്ട സുമുഖനായ സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി തങ്ങൾ. അവരൊക്കെ അടക്കമുള്ള ആളുകൾ ഈ സൽമാൻ ഫാരിസി തങ്ങളെ കാണാൻ വന്ന സംഘത്തിലുണ്ട്. എന്തിനാ വന്നത് എന്നറിയോ? ഷാമിൽ കിടക്കുന്ന മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി തങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ. സൽമാൻ എന്നവർ മദായിനിലാണ്. മദായിനിൽ കിടക്കുന്ന സൽമാൻ എന്നവർക്ക് ഷാമിലുള്ള അബൂദർദാ എന്ന സ്വഹാബി സലാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വന്ന സംഘമാണിത്. സലാം കൊടുത്തേക്കാം. മുമ്പ് തങ്ങളവർക്ക് അങ്ങോട്ട് സലാം പറഞ്ഞിട്ടുണ്ട്, പാണക്കാട് തങ്ങളവർ സലാം പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സയ്യിദന്മാർ, ആലിമീങ്ങൾ, മഹാന്മാർ സലാം പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. അത് പറയാനൊരു വലിയൊരു സംഘം ആരടുത്ത് വരുന്നു? സൽമാൻ ഫാരിസി തങ്ങളുടെ അടുത്ത് റളിയല്ലാഹു അൻഹു. അവര് പറയുന്നു അൻത സൽമാനു സാഹിബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സൽമാൻ എന്നവരെ കണ്ടു പരിചയമില്ലാത്ത ആളുകളെ കൂട്ടത്തിലുണ്ട്. സ്വഹാബിമാരും കൂടെ താബിഈങ്ങളുമുണ്ട്. അവര് ചോദിച്ചു, സൽമാനെ നിങ്ങളല്ലേ സാഹിബുൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ സൽമാൻ നിങ്ങളല്ലേ? നിങ്ങൾ സൽമാനെ റസൂലുള്ളാഹിന്റെ സ്വഹാബിയല്ലേ എന്ന് ചോദിച്ചു. റളിയല്ലാഹു അൻഹു. സൽമാൻ എന്നവർ പറഞ്ഞു, ലാ അദ്രി, ഞാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബി അല്ലേ സൽമാനെ നിങ്ങളെന്ന് ചോദിച്ചപ്പോ ലാ അദ്രി, എനിക്ക് പറയാൻ അറിയില്ല. അവരൊക്കെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഫമൻ അൻത, എന്താ നിങ്ങൾ ഈ പറയുന്ന? റസൂലുള്ളാഹിന്റെ സ്വഹാബിയല്ലേ നിങ്ങൾ? നിങ്ങൾ അറിയില്ല എന്നാണോ പറയുന്നത്? എന്താ നിങ്ങൾ ഈ പറയുന്നത് സൽമാൻ? അപ്പോഴാണ് സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മൾ ആലോചിക്കണം, സ്വന്തം പൊക്കി പറയാനോ ഞാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്, ഞാൻ മഹാനാണ്, ഞാൻ റസൂലുള്ളാഹിനെ കണ്ട ആളാ എന്നൊക്കെ പറഞ്ഞ അഭിമാനം പറയാനല്ല സൽമാൻ എന്നവർ ഉദ്ദേശിക്കുന്നത്, തുനിയുന്നത്. പിന്നെന്താ? സ്വഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബു റസൂലില്ലാഹി മൻ ദഖലൽ ജന്നah. റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരെന്ന് പറയുന്നത് സ്വർഗത്തിൽ കിടക്കുന്നവരല്ലേ. ഞാൻ സ്വർഗത്തിലാകുമോ എന്ന് എനിക്ക് എന്തറിയാം? നിങ്ങൾ എങ്ങനെയാണ് എന്നെ സ്വഹാബി എന്ന് വിളിക്കുന്നത്? ആര് പറയാ? സൽമാൻ ഫാരിസി. ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കാം. നമ്മൾ പിൻപറ്റേണ്ടത് സ്വഹാബികളെയും അള്ളാഹിന്റെ റസൂലിനെയും ഈ ഉമ്മത്തിന്റെ മുൻഗാമികളെയുമാണ്. ഉമ്മത്തിന്റെ മുൻഗാമികളിലുള്ള നന്മയാണ് പിൻഗാമികളെ രക്ഷപ്പെടുത്തുന്നത്. പിൻഗാമികൾ എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടുന്നതല്ല, കാട്ടിക്കൂട്ടുന്നതല്ല നമ്മുടെ വിജയത്തിന്റെ കാരണം. ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ എങ്ങനെയാണ് ജീവിച്ചത്, അങ്ങോട്ടാ നമ്മൾ തിരിച്ചു പോവേണ്ടത്. സൽമാനെ അൻത സ്വാഹിബു റസൂലില്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വാഹിബല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ല, ഞാൻ സ്വഹാബിയാണോ എന്നറിയില്ല. എന്തേ സൽമാനെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബി എന്ന്
പറയുന്നത് മൻ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോയവരല്ലേ, ലാ യഅലമു ഹാദാ ഇല്ലാ റബ്ബുൽ അർളി വസ്സമാവാത്ത്, ഞാൻ സ്വർഗ്ഗത്തിലാണോ അല്ലേ എന്ന് അല്ലാഹുവിനല്ലേ അറിയൂ. ഞാൻ എങ്ങനെയാ റസൂലുള്ളാഹിന്റെ സ്വഹാബി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത്? തസ്കിയത്തുൻ നഫ്സ് പാടില്ല, അതാണ് ഈ പഠിപ്പിക്കുന്നത്. ഞാൻ വലിയ ആളാണെന്ന് തോന്നാൻ പാടില്ല, ഞാൻ വലിയ ആളാണെന്ന പ്രസ്താവന ഇറക്കാൻ പാടില്ല, ഞാൻ വലിയ ആളാണെന്ന ഭാവത്തിൽ പെരുമാറാൻ പാടില്ല. ഇതൊക്കെ നിഫാഖാൻ, കപടവിശ്വാസമാണ്. ആര് ചെയ്താലും, ലോകത്താര് ചെയ്താലും ഇതിന്റെ പേര് കപടവിശ്വാസം എന്നാണ്. അത് കേരളത്തിക്ക് മാത്രമല്ല, ലോകത്താര് ചെയ്താലും ഇത് ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. ഇന്നാളിന്റെ പരമ്പരയിൽ വന്ന ആളാണ്, ഇന്നാളിന്റെ പേരക്കുട്ടിയാണ്, ആയിട്ടെന്താണ്? എത്രയോ ആളുകൾ അംബിയാഇന്റെ കുടുംബങ്ങളിൽ വന്ന അംബിയാഇന്റെ മക്കൾ, നൂഹ് നബിയുടെ മക്കൾ നരകത്തിലേക്ക് പോയിട്ടില്ലേ? ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലല്ലേ? അമലില്ലാതെ, ഈമാനില്ലാതെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളില്ലാതെ തറവാട് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ഇത് ദീനാണ് മുഅ്മിനെ, അമലാണ്. ഈമാനും ബിൽ ജനാൻ വഅമലും ബിൽ അർക്കാൻ, നാവുകൊണ്ട് വെളിവാക്കി പറയുകയും ഖൽബിൽ വിശ്വസിക്കുകയും, ഇദ്ഹാറും ബിൽ ലിസാൻ തസ്ദീഖും ബിൽ ജനാൻ വഅമലും ബിൽ അർക്കാൻ. ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് ഈമാൻ ഉണ്ടാകുന്നത്. നാവുകൊണ്ട് വെളിവാക്കി പറയണം, ഖൽബിനുള്ളിൽ ആഴത്തിൽ വിശ്വസിക്കണം, നമ്മുടെ അവയവങ്ങളെ കൊണ്ട് അമല് ചെയ്യണം. ഇത് മൂന്നും ഉണ്ടാവാതെ നമ്മൾ അഭിമാനം പറഞ്ഞാൽ എങ്ങനെ നമ്മൾ മുഅ്മിനാവും? കപട വിശ്വാസികളായി മരിച്ചു പോകുന്നത് പേടിച്ചു പോകണം നമ്മൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബിന്റെ കൂടെ ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കാൻ വന്ന സ്വഹാബിയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. 20 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി 20 കൊല്ലം ജന്മനാടായ ഇറാനിൽ നിന്ന് ഫലസ്തീനിൽ വന്ന്, ഫലസ്തീനിൽ നിന്ന് മൗസിലിലേക്ക് വന്ന് ഇറാഖിൽ, മൗസിലിൽ നിന്ന് ഇറാഖിലെ നാസിബീനിലേക്ക് വന്ന്, നാസിബിൽ തുർക്കിയിലെ അമൂരിയയിലേക്ക് പോയിട്ട് അവിടുന്ന് അടിമയായി മക്കയിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെട്ടിട്ട് മദീനത്തൊരു ജൂതന്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഹബീബിനെ കുറിച്ച് കേട്ടപ്പോൾ ഈ തപ്പന മുകളിൽ നിൽക്കുന്ന സൽമാൻ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി ഓടിച്ചെന്ന് ഹബീബിന്റെ മുഖത്ത് ഉമ്മ വെച്ച് മുസ്ലിമായ സ്വഹാബിയാണ് ഈ പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വാപ്പ മുസ്ലിമായതുകൊണ്ട് മുസ്ലിമായ ആളല്ല, വാപ്പ തീ ആരാധകനായ മജൂസിയായിരുന്നു. ആരാ വാപ്പ എന്ന് ചോദിച്ചാൽ സൽമാൻ തങ്ങൾ പറയും അബിൽ ഇസ്ലാം, എന്റെ വാപ്പ ഇസ്ലാമാണ്. അബിൽ ഇസ്ലാമു ലാ അബലി സിവാഹു ഇദാ ഇഫ്തഖറൂ ബിഖൈസിൻ ഔ ഹിലാലി. ഓരോരുത്തരും എന്റെ വാപ്പ ഖൈസ്, എന്റെ വാപ്പ ഹിലാൽ, എന്റെ വാപ്പ റബീഅ എന്നൊക്കെ പറഞ്ഞ അഭിമാനം പറയുമ്പോ അബിൽ ഇസ്ലാം, എന്റെ വാപ്പ ഇസ്ലാമാണ് എന്ന് അഭിമാനം പറഞ്ഞ സ്വഹാബി. നബി ഞങ്ങൾ പറയും സൽമാനെ, നിങ്ങൾ അറബി സംസാരിക്കാത്ത പേർഷ്യൻ സംസാരിക്കുന്ന അനർബിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കല്ലേ. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ, നബി തങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത അഹ്ലു ബൈത്ത് എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ച സ്വഹാബിയാണ് ഈ പറയുന്നത്. ഞാൻ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. സ്വർഗത്തിൽ കടക്കുന്നവരല്ലേ ഹബീബിന്റെ സ്വഹാബിമാര്, ഞാൻ സ്വർഗത്തിലാകുമോ എന്ന് അള്ളാഹുവിനല്ലേ അറിയൂ. നിങ്ങൾ സ്വഹാബിയല്ലേ എന്ന് ചോദിച്ചപ്പോ ലാ അദിരി, എനിക്ക് പറയാൻ അറിയില്ല എന്ന് മറുപടി കൊടുത്ത ഈ മഹാനെ കണ്ട് നമ്മൾ പഠിക്കണം. ഇത് പാഠങ്ങളാണ്. ജനങ്ങൾക്ക് കണ്ണ് വേണം. സാധാരണക്കാർ ഇൽമു മനസ്സിലാക്കണം. ആലിമിന്റെ ലക്ഷണം എന്താണെന്നറിയണം. ദീനിൽ അല്ലാഹു അനുവദിച്ചത് ഒരു സത്യസന്ധനായ മനുഷ്യന്റെ ലക്ഷണം എന്തായിരിക്കണം, സത്യസന്ധനായ മുഅ്മിനിന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. എന്തിനെന്നറിയോ? പെട്ടുപോവാതിരിക്കാൻ. നാളെ പരലോകത്തെത്തുമ്പോ എത്രയോ നേതാക്കന്മാർ അനുയായികളോട് പറയും, അത്ര അനുയായികളെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത്? ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത്? ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷ കാണുകയും നേതാക്കന്മാർ അനുയായികളോട് പൊയ്ക്കോളൂ, ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത് എന്ന് അനുയായികളെ നാളെ ആട്ടിയോടിക്കുന്ന നേതാക്കന്മാരുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ അപകടത്തിൽ പെടാതിരിക്കാനാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ്നാ വഅസ്ലിഹ ഇമ്മതനാ വഉലമാഅനാ വവുആതനാ വദുആതനാ വഹുക്കാമനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, ആലിമീങ്ങളെ നന്നാക്കി തരട്ടെ. വഅദ് പറയുന്നവരെ, മുദർരിസുമാരെ, ആലിമീങ്ങളെ, സാധാരണക്കാരെ, ദീനിന്റെ ആളുകളെ, നേതാക്കന്മാരെ, ഭരണാധികാരികളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഞാനൊരു നല്ല ഉഷാറുള്ള ആളാണെന്ന തോന്നൽ ഈമാനിന്റെ വിഷയത്തിൽ വരാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ കാരണം അതാണ്. നാലാമത്തെ കാരണം ഈമാൻ ഉണ്ടോ എന്ന ഈ ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് എന്ന് അള്ളാന്റെ പേര് പറയുന്നൊരു ബറക്കത്ത് കിട്ടാൻ. അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് മുതബർരികൻ ബിസ്മില്ലാഹ്. അള്ളാന്റെ നാമം ഉച്ചരിക്കുമ്പോ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതല്ല ഇതിനർത്ഥം. ഇസ്മുൽ ജലാല, അല്ലാഹുവിന്റെ ഇസ്മുൽ ജലാലത്താണത്. ഇസ്മുല്ലാഹിൽ അഅ്സം എന്ന് പറയുന്ന പേരാണത് അല്ലാഹ്. ആ പേര് പറയുമ്പോൾ ഒരു ബറക്കത്തുണ്ട്. ആ ബറക്കത്തിന്റെ വെളിച്ചത്തിൽ മുഅ്മിൻ എന്ന് പറയാൻ പറ്റും എന്ന ഒരു ഉദ്ദേശത്തിനും വേണ്ടി മുഅ്മിനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ സുന്നത്തുണ്ട് എന്ന് 4 കാരണങ്ങൾ നമ്മുടെ ആലിമീങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മൾ കപടവിശ്വാസികളായി മാറാതിരിക്കാൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.